കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസത്തെ പോലെ പൊളിറ്റിക്സ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കുറച്ച് അല്ലാത്ത ന്യൂസുകളുണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ന്യൂസുകൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഹൈ ഡ്രാമ ഇൻ ഡൽഹി ആസ് AAP BJP ഹോൾ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ന്യൂസാണ് ആദ്യത്തത്. അത് പ്യുവർലി ഒരു പക്ക പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അപ്പൊ അതിന് നമുക്ക് വലിയ റിലവൻസ് ഒന്നുമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ ജയിലിലിട്ടേക്കാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അതേ സമയത്ത് BJP പുള്ളിയുടെ റെസിഗ്നേഷൻ ആവശ്യപ്പെട്ട് ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുകയാണ് ഇപ്പൊ കെജ്രിവാൾ. അത് നിയമപരമായിട്ട് അതിൽ തടസ്സമൊന്നുമില്ല, പക്ഷേ എന്നാലും അതിലൊരു ധാർമ്മികമായിട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് BJP അയാളുടെ റെസിഗ്നേഷൻ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ അവർ രണ്ടുപേരുടെ പേരിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിഷയം. പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെർവിങ് ചീഫ് മിനിസ്റ്റർ, അതായത് ചീഫ് മിനിസ്റ്റർ പദവിയിൽ ഇരുന്ന ആളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം, ഹേമന്ത് സോറൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്നല്ലോ ജാർഖണ്ഡിൽ. ഇപ്പൊ ചമ്പായ് സോറനാണ് ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ. അങ്ങനെ സംഭവിക്കാൻ കാരണം ഹേമന്ത് സോറൻ അറസ്റ്റ് വരുമെന്ന് കണ്ടപ്പം തന്നെ റിസൈൻ ചെയ്തിട്ട് ആണ് അയാള് അറസ്റ്റിലായി ജയിലിൽ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെർവിങ് ചീഫ് മിനിസ്റ്റർ അല്ലായിരുന്നു ഹേമന്ത് സോറൻ. അതുപോലെ പലരും ജയലളിത, കരുണാനിധിയൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചീഫ് മിനിസ്റ്റർ പൊസിഷൻ മാറിന ശേഷം. അപ്പൊ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു സെർവിങ് ചീഫ് മിനിസ്റ്റർ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അരവിന്ദ് കെജ്രിവാൾ ആണ്. അത് മറക്കരുത്. പിന്നെ അടുത്തായിട്ട് എംപ്ലോയ്മെന്റ് സിനാരിയോ ഇൻ ഇന്ത്യ ഗ്രിം സെയ്സ് ILO റിപ്പോർട്ട് എന്നൊരു ന്യൂസ് കാണാം. ILO നമുക്കറിയാം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ILOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ ആണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവ. അപ്പം ഈ ILOയുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആയിട്ട് ചേർന്നാണ് അവർ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പൊ അതിൽ ഇന്ത്യയിലെ ഈ അൺഎംപ്ലോയ്മെന്റില് യൂത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു എന്നൊക്കെയുള്ള ഒരു ഇതാണ്. അത് ഗവൺമെന്റ് തന്നെയാണ് പുറത്തുവിട്ടേക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇത് പുറത്തുവിട്ടേക്കുന്നത് ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ്. ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു നിങ്ങൾക്ക് അറിയാം, അനന്ത നാഗേശ്വരൻ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യണം എന്നുള്ളത് വായിച്ചു നോക്കുക ന്യൂസ്. പിന്നെ അവിടെ ഉള്ളത് സെൻസിങ് ത്രെറ്റ് ഫ്രം ചൈന, ഇന്ത്യ ജോയിൻസ് റേസ് ടു മൈൻ സീ പാച്ച് എന്നൊരു ന്യൂസ് കാണാം. സെൻസിങ് ത്രെറ്റ് ഫ്രം ചൈന, ഇന്ത്യ ജോയിൻസ് റേസ് ടു മൈൻ സീ പാച്ച്. അതെന്താണെന്ന് വെച്ചാൽ സീബെഡ് അറിയാമല്ലോ, കടലിന്റെ ഒരു സീബെഡ് എന്ന് പറയുന്നത്. ഈ സീബെഡില് പല രാജ്യങ്ങളും എക്സ്പ്ലോറേഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പം ഈ സീബെഡ് എന്ന് പറയുന്നത് ഒരുപാട് റെയർ മിനറൽസിന്റെയും മെറ്റൽസിന്റെയും ഒക്കെ കേന്ദ്രമാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതൊന്നും എക്സ്പ്ലോർ ചെയ്താരും ഒരിക്കലും കൊമേഴ്ഷ്യലി എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് നടത്താൻ പലർക്കും താല്പര്യമുണ്ട്. ചൈന അതിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയുടെയൊക്കെ തീരത്തിന്റെ അടുത്താണെന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊരു ത്രെട്ട് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഇന്ത്യ ചില മേഖലകളിൽ ഇതുപോലെ എക്സ്പ്ലോറേഷൻ നടത്താനുള്ള ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുക. ചുമ്മാ ഒരു എക്സ്പ്ലോറേഷൻ നടത്താൻ പറ്റൂല. അതിന്റെ കാരണം ഇന്ത്യയുടെ അതിർത്തിയിലുള്ള CO അല്ലെങ്കിൽ ചൈനയുടെ അതിർത്തിയിലുള്ള CO അതിലൊന്നും അല്ല ഇവർ ആരും ഈ എക്സ്പ്ലോറേഷൻ നടത്തുന്ന. ഈ ഓപ്പൺ സീ ഉണ്ട് ഒരുപാട്. ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓപ്പൺ സീ ആണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ മൊത്തം സീയുടെ ഏതാണ്ട് 60%-70% കൊണ്ട് ഓപ്പൺ സീ ആണെന്ന് പറയുന്നത്. ആർക്കും ഉള്ളതല്ല. ഓരോ രാജ്യത്തിനും അവരവരുടേതായ അതിർത്തിയുണ്ട്, സീ അതിർത്തിയുണ്ട്. അത് അവരുടേതാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ഈ സീ അതിർത്തികൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ള സീ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സീ ആണ്. ഈ ഓപ്പൺ സീ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ ഓപ്പൺ സീയിലാണ് നമുക്ക് ഈ പറഞ്ഞ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് നടത്തേണ്ടത്. അപ്പൊ ചുമ്മാ ചെന്ന് അവിടെ പോയി എക്സ്പ്ലോറേഷൻ നടത്താൻ പറ്റൂല. അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ അതോറിറ്റി ഉണ്ട്, അവരുടെ ലൈസൻസ് ഉണ്ട്. ആ അതോറിറ്റിയുടെ പേരാണ് ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി, ISBA എന്ന് പറയും. ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി, ISBA. അത് ജമൈക്കയിലാണ്. ജമൈക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ വെസ്റ്റ് ഇൻഡീസ് എന്നൊക്കെ പറയുന്ന ക്രിക്കറ്റ് ടീമിനെ കേട്ടിട്ടില്ല. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് രാജ്യങ്ങളുടെ ഒരു ടീമാണ്. ജമൈക്ക ഇസ് എ കൺട്രി. ആ ജമൈക്കയിലാണ് ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി. അപ്പൊ അവരുടെ പെർമിഷന് വേണ്ടിയിട്ട് നമ്മള് പിന്നീട് ഈ കൊബാൾട്ട് റിച്ച് ആയിട്ടുള്ള ചില മേഖലകളിലൊക്കെ, കൊബാൾട്ട് അറിയാലോ, ഒരു മെറ്റലാണ്. അപ്പൊ അത് റിച്ച് ആയിട്ടുള്ള ചില മേഖലകളിലൊക്കെ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ലൈസൻസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൈന ഇത് ഓൾറെഡി പല മേഖലകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ത്രെട്ട് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതാണ് പറയുന്നത്.
അപ്പൊ ഇത്രയാണ് ഫ്രണ്ട് പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് നമ്മൾ അകത്തെ പേജിലേക്ക് പോകും. അകത്തെ പേജ് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, അകത്തെ പേജില് മിക്കവാറും ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല. ഈ പേജില് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഒരു ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല. എല്ലാം ഓരോരോ സ്റ്റേറ്റുകളിലെ അലയൻസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ കാവേരി റിവർ വാട്ടർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. കാവേരി റിവർ വാട്ടർ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കർണാടകത്തിനും തമിഴ്നാടിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഡിസ്പ്യൂട്ട് ആയിരുന്നു. ആ ഡിസ്പ്യൂട്ടൊക്കെ ഇപ്പൊ പരിഹരിക്കപ്പെട്ടു. ഇപ്പോഴും ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടുകൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നു. ഒന്ന്, കർണാടകത്തിൽ നിന്ന് വെള്ളം വിട്ടുകൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്. കർണാടകത്തിൽ വെള്ളം ഇല്ല, അതാണ് പ്രശ്നം. കുടക് എന്ന് പറയുന്ന റീജിയനിലൊക്കെയാണ് ഈ കാവേരിയുടെ പിന്നീട് മെയിൻ ആയിട്ടുള്ള കാച്ച്മെന്റ് ഏരിയാസ് എന്ന് പറയുന്നത്. അവിടെ ഒന്നും വെള്ളം വലുതായിട്ട് ഇല്ല, അതാണ് ഈ പ്രശ്നം. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ മേക്കഡാട്ട് എന്ന് പറഞ്ഞ കാര്യം. മേക്കഡാട്ട് ഇത് ഒരു റിസർവോയർ ആണ്. കർണാടകം കാവേരി റിവറിൽ ഉണ്ടാക്കുന്ന റിസർവോയർ ആണ്, അവരുടെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷെ അതിനെ തമിഴ്നാട് എതിർക്കുന്നു. ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഈ തമിഴ്നാടിന് കർണാടകത്തിന് ഇടയിലുണ്ട്. ഒരു വലിയ പൊളിറ്റിക്കൽ ക്രൈസിസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. ആ കാര്യത്തിന്റെ പേര് സ്റ്റാർട്ട് എന്നാണ്. സ്റ്റാർട്ട്, START, സ്റ്റാർട്ട്. ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാവും ദാറ്റ് ഇസ് an abbreviation. സ്റ്റാർട്ടിന്റെ എക്സ്പാൻഷൻ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ട്രെയിനിങ്. സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ട്രെയിനിങ്, അതാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആരാണ് നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ISROയുടെ ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISROയുടെ ഒരു പ്രോഗ്രാമാണ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവർ സ്കൂളുകളില്, കോളേജുകളില്, യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ഈ സ്പേസ് ടെക്നോളജിയോടുള്ള താല്പര്യം നമ്മളുടെ യൂത്തിന്റെ ഇടയിൽ, നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇതിനെക്കുറിച്ച് മുമ്പും ഹിന്ദുവിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് രാജ്യത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എഴുതിയേക്കാണ്, റൈറ്റ് ചെയ്തേക്കാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യും, ഇവിടുത്തെ സ്റ്റുഡൻസിന് സ്റ്റാർട്ട് ട്രെയിനിങ് കൊടുക്കുക. അതിൽ ട്രെയിനിങ് കിട്ടും നമുക്ക്, നമ്മളുടെ കുട്ടികൾക്ക് ഈ ഒരു ടെക്നോളജിയിലെ ബേസിക് കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതുവഴി അവരെ ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുക, അതിലേക്ക് അവർക്ക് കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇവരുടെ ലക്ഷ്യം സ്റ്റാർട്ടിന്. അപ്പൊ അറിഞ്ഞിരിക്കുക, ദാറ്റ് ഈസ് എ പ്രോഗ്രാം ബൈ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോർ കോളേജ് സ്റ്റുഡൻസ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ അത് സ്റ്റാർട്ട്, അതറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഒരു ദിവസത്തെ പത്രത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യം ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റോറിയലിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഡിറ്റോറിയലിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. സ്റ്റോപ്പ് ദ വാർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. സ്റ്റോപ്പ് ദ വാർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ യുനാനിമസ് ആയിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സായി. യുനാനിമസ് എന്ന് പറയാൻ പറ്റൂല, കാര്യം മൊത്തം 15 മെമ്പേഴ്സ് ആണ് UN സെക്യൂരിറ്റി കൗൺസിലുള്ളത്. 15 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെ ഡൗട്ട് തോന്നും, 5 മെമ്പേഴ്സ് അല്ലേ ഉള്ളത് സെക്യൂരിറ്റി കൗൺസിൽ. അത് പെർമനന്റ് മെമ്പേഴ്സ് ആണ് 5 പേര്. ബ്രിട്ടൻ, ഫ്രാൻസ്, USA, റഷ്യ ആൻഡ് ചൈന. അത് പെർമനന്റ് മെമ്പേഴ്സ്. പക്ഷെ 2 years മാത്രം ഇരിക്കാൻ പറ്റുന്ന, റിവോൾവിംഗ് ആയിട്ട് ഇങ്ങനെ ആ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ അങ്ങനെ കുറച്ചു കാലമായിരുന്നു. നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. അവരും കൂടെ അവർ 10 പേരാണ്. അവരും കൂടെ ചേർത്ത് ടോട്ടൽ 15 ആണ് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 14 അൾജീരിയയാണ് ഈ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ഇസ്രായേലിന്റെ വാർ അവസാനിപ്പിക്കണം ഗാസയിൽ എന്നും പറഞ്ഞ് ഈ ഒരു റെസൊല്യൂഷൻ അവിടെ കൊണ്ടുവരുന്നത് അൾജീരിയ. ഇതിനെ സപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ബാക്കറായ UK വരെ, ബ്രിട്ടൻ വരെ. ബ്രിട്ടൻ എന്ന് ഒരിക്കലും ഇസ്രായേലിനെ ക്രിട്ടിസൈസ് എന്ന് പറയില്ല, അവര് വരെ ഈ UN റെസൊല്യൂഷനെ സപ്പോർട്ട് ചെയ്തു. ആകെപ്പാടെ ഒരു രാജ്യം അബ്സ്റ്റെയിൻ ചെയ്തു, അതായത് US ഒരിക്കലും ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് മാത്രം അവർ അബ്സ്റ്റെയിൻ ചെയ്തു. അപ്പൊ ആ അബ്സ്റ്റെയിനിങ്ങിന്റെ മീനിങ് എന്താണ്? അവരും ഇതിന് വെടിനിർത്തലിന് അനുകൂലമാണെന്നാണ്. അതിന്റെ പേരിൽ ഇസ്രായേൽ US ആയിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്. US അവരുടെ 2 മിനിസ്റ്റേഴ്സിനെ സെൻഡ് ചെയ്യാനിരുന്നതൊക്കെ അവർ വേണ്ടെന്ന് വെച്ചു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ എന്തായാലും ഇതില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ലോകം ഇസ്രായേലിന് എതിരാവുന്നത്. 32,000 പാലസ്റ്റീനിയൻസ് ആണ് ഇതുവരെയായിട്ട് കില്ല് ചെയ്യപ്പെട്ടത്. 74,000 ആൾക്കാർ ഇഞ്ചുറി ചെയ്യപ്പെട്ടു. 90% ആൾക്കാർക്കും അവരുടെ ഡ്വെല്ലിങ്സ്, അവരുടെ അക്കോമഡേഷൻ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അവിടുത്തെ ഓൾമോസ്റ്റ് എവ്രി വൺ ഈസ് അണ്ടർ സ്റ്റാർവേഷൻ, പട്ടിണിയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാല്
മനുഷ്യത്വം ഇല്ലായ്മ എന്നല്ല, അതിനും അപ്പുറമുള്ള വാക്കുകളാണ് അതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ലോകത്തിൽ ഒരു രാജ്യത്തിനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈവൻ US പോലും ആ റെസൊല്യൂഷനിൽ വോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ അബ്സ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ ഇതവിടെ പാസ്സായിരിക്കുകയാണ്. ഇനി ഇസ്രായേലിന്റെ മുന്നിൽ രണ്ട് വഴികൾ. ഇസ്രായേലിന്റെ മുന്നിലുള്ള രണ്ട് വഴി എന്തായിരിക്കും? ഒന്ന്, ഈ പറഞ്ഞ ലോക അഭിപ്രായം മാനിച്ച് ഇനിയുള്ള ദിവസങ്ങളിലേക്കെങ്കിലും അവര് ഈ ഒരു വെടിനിർത്തലിലേക്ക് വരിക, സീസ് ഫയറിലേക്ക് വരിക. പക്ഷെ ഇസ്രായേൽ പറയുന്ന കാര്യം, അവർ സീസ് ഫയറിലേക്ക് വരാത്തതിന്റെ കാരണം ഇവരുടെ കുറെ ആൾക്കാർ ഹോസ്റ്റേജസ് ആയിട്ട് ഹമാസിന്റെ കയ്യിലുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. October 7 അവിടെ അറ്റാക്ക് നടക്കുന്ന സമയത്ത് 1200-ഓളം ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നു. കുറെ പേര് ഒരു ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയി, ബന്ദികളായിട്ട്. ആ ബന്ദികളെ മോചിപ്പിക്കാനുള്ള യാതൊരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. അത് നടന്നാലേ ഈ പറഞ്ഞ വെടിനിർത്തൽ അവർ തയ്യാറാവുള്ളൂ ഇസ്രായേൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇസ്രായേലിന് ഇത് ഇവർ പറയുന്ന കേൾക്കാം, അല്ലെങ്കിൽ വീണ്ടും ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ട് യുദ്ധമായിട്ട് മുന്നോട്ട് പോകാം. അതാണ് ഈ എഡിറ്റോറിയലിന്റെ പൊരുൾ എന്ന് പറയുന്നത്. മസ്റ്റ് ആയിട്ട് വായിക്കുക എഡിറ്റോറിയൽ. കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലും ഈ ഒരു എഡിറ്റോറിയൽ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ്ലി, ടു ഇംപ്രൂവ് യുവർ കോംപ്രിഹെൻഷൻ സ്കിൽ ആൻഡ് വൊക്കാബുലറി. അപ്പം അങ്ങനെയും വായിക്കുക. ഇനി രണ്ടാമത്തെ ഓപ്പൺ സീസൺ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇത് ആക്ച്വലി ഈ എഡിറ്റോറിയൽ പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്, നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാ ദിവസവും 2 എഡിറ്റോറിയൽസും മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ എഡിറ്റോറിയൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഒഡീഷ പൊളിറ്റിക്സിനെ കുറിച്ചാണ്. ഒഡീഷ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റ് മെയിൻലി അവിടുത്തെ രാഷ്ട്രീയം 3 പാർട്ടികളുടെ ഇടയിലാണ്. 3 കോർണേഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അവിടെ ഉള്ളത്. ഫസ്റ്റ്, അവിടെ 25 വർഷമായിട്ട് റൂൾ ചെയ്യുന്ന BJD. ഞാൻ പറഞ്ഞിട്ടുണ്ട്, BJP അല്ല, BJD, ബിജു ജനതാദൾ. ഒഡീഷയിലെ ഭുവനേശ്വറിലെ എയർപോർട്ടിന്റെ പേര് തന്നെ ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഒഡീഷയിലെ എയർപോർട്ടിന്റെ പേര് എന്താണ്? ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട്. അത് ആ ബിജു ആണ്. അയാള് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, വലിയൊരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു, ഫ്രീഡം ഫൈറ്റർ ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് നവീൻ പട്നായിക്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോയാണ് ഈ ഇലക്ഷനിൽ. ഇപ്പം നമ്മളുടെ പാർലമെന്റ് ഇലക്ഷനൊപ്പം ഒഡീഷയിലെ ഇലക്ഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കുകയാണ്. ആ ഇലക്ഷൻ നവീൻ പട്നായിക് ജയിക്കുമെന്ന് 99% ഉറപ്പാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് നവീൻ പട്നായിക് മാറും. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഒപ്പോണന്റ്, മുമ്പ് അത് കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോൾ ആ കോൺഗ്രസിനെ ഡിസ്പ്ലേസ് ചെയ്ത് ബംഗാളിലെ പോലെ BJP അവിടുത്തെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ പാർട്ടി. അവിടെ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെപ്പോഴും BJD-യുമായിട്ട് ഒരു കൺഫ്രണ്ടേഷനിൽ പോയാലേ അവർക്ക് വീണ്ടും അവിടെ ഗ്രോ ചെയ്യാൻ പറ്റൂ. പക്ഷെ അവര് അലയൻസ് ടോക്ക് നടത്തി ഇപ്പം രണ്ടുപേരും കൂടെ ചേർന്ന് ഇലക്ഷനെ നേരിടാൻ. അത് വേറൊന്നുമല്ല, ഒരു ഗ്രീഡി പൊളിറ്റിക്സ് ആണുള്ളതെന്നുള്ള രീതിയിലാണ് ഹിന്ദുവിൽ പറഞ്ഞത്. അതായത് അവിടെയുള്ള ഫുൾ ലോക്സഭാ സീറ്റ്സും NDAക്ക് വിൻ ചെയ്യുക, അതായത് BJP സഖ്യത്തിന് വിൻ ചെയ്യുക. അങ്ങനെ അവർക്കൊരു മിഷൻ ഉണ്ട്. 400 സീറ്റ്, 400 സീറ്റ്സ് NDAക്കും 370 സീറ്റ്സ് BJPക്കും എന്നൊരു മിഷൻ. ആ ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള BJP ലീഡേഴ്സ് ഇതിന് അവർക്ക് താല്പര്യമില്ല. കാര്യം വേറൊന്നുമല്ല, അവരവിടെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സഖ്യത്തിൽ പോയി കഴിഞ്ഞാൽ ആ വളർച്ച തടയത്തില്ലേ. അപ്പോൾ അവർക്ക് അവിടെ ഭരണം, ഭാവിയിൽ സ്റ്റേറ്റിന്റെ ഭരണം പിടിക്കുമെന്നൊരു ലക്ഷ്യമുണ്ടല്ലോ. ആ ഒരു ലക്ഷ്യം ഫുൾഫിൽ ചെയ്ത് നമ്മൾ അവരെ എതിർത്തു. എന്തായാലും ഈ അലയൻസ് ഫുൾഫിൽ ചെയ്തില്ല. അലയൻസ് ആയിട്ട് എല്ലാവരും മത്സരിക്കുന്നത്. പക്ഷെ അലയൻസിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അതിലൊരു കോൺട്രഡിക്ഷൻ ആണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ 2 എഡിറ്റോറിയൽ. പിന്നീട് എന്താണ്, പിന്നെ ഈ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല. ഈ ന്യൂസ് അല്ല, ഈ നമ്മളുടെ ന്യൂസ് ആർട്ടിക്കിൾസ് ഒന്നും. അതിനടുത്ത പേജിലേക്ക് പോവാം. ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പ്രോസസ് ഈസ് ബ്രോക്കൺ, ഡിസോർഡർ ഇൻ ദ ഫാമിലി ഒന്നും വേണ്ട. അതിനടുത്ത പേജ്, നീഡ് ടു കർബ് ബ്ലാക്ക് കാർബൺ എമിഷൻസ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. വേറൊന്നും അല്ല, ഈ കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. കാർബൺ എമിഷൻ അവോയ്ഡ് ചെയ്യാൻ ഇന്ത്യക്ക് ഒരു പ്രോഗ്രാം വഴി കഴിയും. യഥാർത്ഥത്തിൽ കാർബൺ എമിഷൻ, ഇന്ത്യ ലോകത്തിൽ കാർബൺ ന്യൂട്രൽ ആകും എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് COP26-ലാണ്. അതായത് പണ്ടേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ബൈ ദിസ് ഇയർ ഇന്ത്യ വിൽ ബിക്കം കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷനും കാർബൺ അബ്സോർപ്ഷനും ഈക്വൽ ആവും. അതാണ് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഈ വർഷം, ദിസ് ഇയർ വി വിൽ ബിക്കം കാർബൺ ന്യൂട്രൽ എന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓപ്പൺലി ഡിക്ലെയർ ചെയ്തത് ഒരു COP മീറ്റിംഗിലാണ്. ആ COP മീറ്റിംഗിന്റെ പേര് COP26 മീറ്റിംഗ് എന്നാണ്. COP26 മീറ്റിംഗ്. അതിലാണ് നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്തത്. 2070 2070 ആകുമ്പോൾ നമ്മൾ കാർബൺ ന്യൂട്രൽ ആവുമെന്ന്. അതിൽ നരേന്ദ്രമോദി, അത് ഗ്ലാസ്ഗോയിൽ വെച്ചാണ് നടന്നത്. COP26 മീറ്റിംഗ് നടന്ന ഗ്ലാസ്ഗോയിലാണ്, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ അദ്ദേഹം ഡിക്ലെയർ ചെയ്യാണ് ഇന്ത്യ വിൽ ബിക്കം കാർബൺ ന്യൂട്രൽ ബൈ 2070. ഫോർ ദാറ്റ് വി ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. അതിലെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബൈ 2030 ഇന്ത്യ വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഫ്രം
renewable energy sources, around 500 gigawatt of renewable energy electricity from renewable energy sources. Renewable energy sources എന്ന് പറയുമ്പോൾ സോളാറും എല്ലാം ഉൾപ്പെടുന്ന renewable energy sources ഇന്ന് 500 gigawatt of power by 2030 ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഒരു കാര്യം. Okay, India is on. Actually, India is progressing well in that direction. Around 180 gigawatt 2023 ആയപ്പോൾ തന്നെ നമ്മൾ ആ ഒരു സെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. Now around 6 years are in front of us. India can very well achieve that target. That is the assessment of experts. About 500 gigawatt of power from renewable energy sources by 2030. That is the first promise given by Indian Prime Minister to the world community to become carbon neutral by 2070. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് കാർബൺ ന്യൂട്രൽ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോമിസ് ഇതായിരുന്നു. അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഈ ബ്ലാക്ക് കാർബൺ എമിഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പാചകം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഇന്ത്യയിലെ സ്ത്രീകൾ കൂടുതലും ചാണക വിറളികളൊക്കെ ഉപയോഗിച്ചാണ് പല ഈ സ്റ്റേറ്റുകളിൽ കൗഡങ് ഉപയോഗിച്ചൊക്കെയാണ് കത്തിക്കുന്നത് ഫ്യൂവല്. പിന്നീട് നമ്മൾ വിറക് കത്തിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഇന്ത്യ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പ്രോഗ്രാം ഇതിൽ പറയുന്നത് മുഴുവനും. ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. ആ പ്രോജക്റ്റിന്റെ പേരായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PMUY, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. PMUY, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, വാട്ട് വാസ് ദ എയിം ഓഫ് ദാറ്റ് സ്കീം? ടു ഗീവ് ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ ടു ഓൾ ദി BPL families. To give clean cooking fuel എന്ന് പറയുമ്പോഴത്തേക്കാണ് LPG connection free of cost to all the BPL families. That was the aim of that scheme, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. അതില് ക്രോഴ്സ് ഓഫ് ഫാമിലീസിന് അത് കിട്ടി. പക്ഷേ അതിലുള്ള ഒരു പ്രോബ്ലത്തിനെ കുറിച്ചും കൂടെ ഇതിൽ പറയാണ്. പ്രോബ്ലം എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ 800 rupees ആണ് ഇപ്പോഴത്തെ നമ്മളുടെ നമ്മളെ പോലുള്ള ആൾക്കാരുടെ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില. അത് 300 rupees സബ്സിഡി കൊടുക്കും ഗവൺമെന്റ് ഉജ്ജ്വല യോജനയിലുള്ള ബെനിഫിഷ്യറീസിന്. അപ്പൊ അവർക്ക് എത്രയാവും? 500 ആവും. ഈവൻ 500 itself is costly for the poor people of India. അപ്പം ഈ 500 രൂപ പോലും നമ്മുടെ poor പീപ്പിളിന് അത് കോസ്റ്റ്ലി ആണ്. That's why many of the beneficiaries of പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന are not buying cylinders. അപ്പൊ still they are after getting the connection also still they are using the cow dungs or അല്ലാതെ വുഡൻ ആയിട്ടുള്ള ഈ പറഞ്ഞ ഫ്യൂലും ഒക്കെ യൂസ് ചെയ്താണ്. അപ്പോൾ വീണ്ടും അവിടെ കാർബൺ എമിഷൻ നടക്കുകയാണ്. അപ്പം അവർക്ക് ഈ പറഞ്ഞ സിലിണ്ടേഴ്സ് അഫോർഡബിൾ ആക്കാൻ വീണ്ടും ഗവൺമെന്റുകൾ, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ 300 rupees സബ്സിഡി കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റുകളും കൂടെ ചിലരൊക്കെ കൊടുക്കുന്നുണ്ട് 100 rupees 150 rupees ഒക്കെ സ്റ്റേറ്റ് ലെവലിൽ. അപ്പൊ അതും കൂടെ ആകുമ്പോഴത്തേക്ക് ടോട്ടൽ സബ്സിഡി 300-350 rupees കിട്ടുന്ന സ്റ്റേറ്റുകൾ. എനിക്കൊന്ന് കർണാടകത്തിലൊക്കെ അങ്ങനെയാണെന്നോ സ്റ്റേറ്റ് ലെവലിന് കൊടുക്കുന്നുണ്ട്. കേരളത്തിലൊന്നും അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ സബ്സിഡി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലെ ബെനിഫിഷ്യറീസിന് കൊടുക്കുന്നില്ല. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 250-300 രൂപയ്ക്ക് സിലിണ്ടർ കിട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ അപ്പൊ അത് ഈ ഒരു കാർബൺ എമിഷൻ നമുക്ക് കുറച്ചുകൂടെ. ഇത് ഭയങ്കര വലിയൊരു എമിഷനാണ്. അത് മാത്രമല്ല നമ്മളുടെ പാവപ്പെട്ട സ്ത്രീകളുടെ ഹെൽത്ത് നശിച്ചു പോകുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ പേജില് വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രം നമുക്ക് പറയാം. അതെന്താണെന്ന് വെച്ചാൽ, നിർമ്മല സീതാരാമൻ, ജയറാം രമേശ് കോബിൾ ഓവർ അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന അഗെയിൻ എ സെൻട്രൽ ഗവൺമെന്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. അടൽ പെൻഷൻ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. These three social security schemes were launched together by NDA government. നരേന്ദ്ര മോഡി ഗവൺമെന്റ് ഫസ്റ്റ് 2014-19 ആ ഒരു കാലഘട്ടത്തിൽ, എനിക്ക് 15-14 കൊണ്ടാണ് അത് ലോഞ്ച് ചെയ്തത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ആൻഡ് അടൽ പെൻഷൻ യോജന. ഈ ഫസ്റ്റ് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സ്കീമുകളായിരുന്നു. അത് ഒന്ന് ആക്സിഡന്റ് ഇൻഷുറൻസും ഒന്ന് ലൈഫ് ഇൻഷുറൻസും ആണ്. ഇനി ഈ അടൽ പെൻഷൻ യോജന, അത് ആ പേര് ഇറ്റ്സെൽഫ് നമുക്ക് അതിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് എ പെൻഷൻ സ്കീം ഫോർ ദ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പം അതിൽ ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതിൽ ഗവൺമെന്റ് എംപ്ലോയീസിനും ജോയിൻ ചെയ്യരുത്. അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഇൻകം ടാക്സ് ബെനിഫിഷ്യറീസ് ഇൻകം ടാക്സ് പേയേഴ്സ് അല്ലാത്ത all other people can join in this Adal Pension Yojana. അപ്പം only exempted people are ആരാണ്? ഇൻകം ടാക്സ് പേയ്സ്. അല്ലാത്ത എല്ലാവർക്കും ഈ പറഞ്ഞ അടൽ പെൻഷൻ യോജനയിൽ ജോയിൻ ചെയ്യാം. അടൽ പെൻഷൻ യോജന എങ്ങനെയാണെന്ന് വെച്ചാൽ,
അതിൽ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. ഞാൻ നമ്മളതിന്റെ സ്കീംസിന്റെ ഒരു PDF ഒക്കെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 18 ആണ് മിനിമം ഏജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 18 തൊട്ട് 40 വരെ ആണ് ഏജ് ഉള്ള ആൾക്കാർക്ക് അത് ജോയിൻ ചെയ്യാം. 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ മന്ത്ലി ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക. ആ കോൺട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ മിനിമം 1000 rupees, മാക്സിമം 5000 rupees പെൻഷൻ. Minimum 1000 rupees, maximum 5000 rupees pension. Once he attains the age of 60, 60 വയസ്സ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഈ പെൻഷൻ കിട്ടി തുടങ്ങുന്നത്. അതുവരെ നമ്മൾ എന്താണ് ചെയ്യാം, കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് അടൽ പെൻഷൻ യോജന. അതിൽ കുറച്ച് പോരായ്മകളുണ്ടെന്നാണ് ഈ പറഞ്ഞ ജയറാം രമേശ് പറഞ്ഞേക്കുന്നത്. അതിന്റെ പേര് നിർമ്മലാ സീതാരാമൻ അവർ ഫിനാൻസ് മിനിസ്റ്റർ നടപ്പാക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ ഈ പേജ് പൊളിറ്റിക്സ് ആണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ വീണ്ടും ഇന്ത്യ സപ്പോർട്ട്സ് ഫിലിപ്പൈൻ സോവറിനിറ്റി സേസ് ജയശങ്കർ, സ്പാർക്സ് ബെയ്ജിംഗ് റെസ്പോൺസ്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ യഥാർത്ഥ പേര് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മളെ വിളിക്കുന്നത് മാർക്കോസ് ജൂനിയർ എന്നാണ്. മാർക്കോസ് ജൂനിയർ, ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഫിലിപ്പൈൻസ് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ്. എന്നാൽ ചൈനയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റീജിയനിൽ ചൈനയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അറിയാൻ നമുക്കറിയാം, തോമസ് ഷോൾസ് എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ ഷോൾസിന്റെ ഒക്കെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ സൗത്ത് ചൈന സീയില് അവരുടെ കുറെ ഡിസ്പ്യൂട്ടുകളുടെ ഒക്കെ പേരിലാണ് ഈ ഇടയ്ക്ക് ചൈനയുടെ നേവി ആണെന്ന് തോന്നുന്നു അവരുടെ മറ്റവരുടെ ബോട്ട്സിന് വാട്ടർ കാനൺസ് കൊണ്ട് അറ്റാക്ക് ഒക്കെ ചെയ്തു. അങ്ങനെ ആ വിഷയത്തിലാണ് രണ്ട് രാജ്യങ്ങൾ. US-ന്റെ സ്ട്രോങ് സപ്പോർട്ട് ഫിലിപ്പൈൻസിനുണ്ട്. US-ന്റെ ഒരു അലൈ എന്ന് പറയാം ഫിലിപ്പൈൻസിന്. അപ്പൊ ഇന്ത്യയും അവർക്ക് സപ്പോർട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഓപ്പൺ ആയിട്ട് ഇന്ത്യയുടെ അവർ സ്റ്റാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യ സപ്പോർട്ട്സ് ഫിലിപ്പൈൻ സോവറിനിറ്റി എന്നാണ്. അതിൽ ചൈനയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൈന അതിനെ സ്ട്രോങ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതില് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഫിലിപ്പൈൻസ് ആയിട്ടുള്ള ബന്ധം ഞാൻ പറയാം. മെയിനായിട്ട് വളരെ വലിയ ഡിഫൻസ് കോഓപ്പറേഷൻ തന്നെ ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഇപ്പോൾ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ മിസൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്ത്യയുടെ മിസൈൽ ഫോർ ദ വേൾഡ് ഈസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ഡെവലപ്ഡ് ബൈ ഇന്ത്യ ആൻഡ് റഷ്യ. അതിന്റെ പേര് ബ്രഹ്മോസ് എന്നാണ്. ആ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ ഒരുപാട് ആൾക്കാർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യ ആദ്യമായിട്ട് വിറ്റത് ഫിലിപ്പൈൻസിനാണ്. അതുപോലെ ഡിഫൻസ് മേഖലയിൽ അല്ലാതെയും നമുക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ആസിയാൻ മേഖലയിൽ നമുക്ക് വലിയ ഒരു പാർട്ണറാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഇടയിൽ ചൈന ഇന്ത്യക്കിട്ട് ഒരു പണിയുന്നുണ്ടല്ലോ. ഈ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗം അല്ല എന്ന് പറഞ്ഞ് ഇന്നലെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യ തിരിച്ച് ഡിപ്ലോമാറ്റിക് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അതൊക്കെ എന്തൊക്കെ ഭാഗമാണിത്. ഓക്കെ, അപ്പം അതവിടെ കാണാം. പിന്നെ NHRC അറിയാം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. DGCA ഡിഫേഴ്സ് ഡെഡ്ലൈൻ ഫോർ ഇംപ്ലിമെന്റിംഗ് ന്യൂ പൈലറ്റ് റെസ്റ്റ് നോംസ്. ഇന്ത്യയിലെ പൈലറ്റുമാരുടെ റെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കേണ്ട റെസ്റ്റ്, പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കിട്ടാതെ അവർ അധികമായിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജൂൺ 1 തൊട്ട് ഈ ഇന്ത്യയിലെ വിമാന കമ്പനികൾ പൈലറ്റുമാർക്ക് കൂടുതൽ റെസ്റ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ വിമാന കമ്പനികളെല്ലാം കൂടെ അത് കുറച്ച് സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം ഈ ജൂൺ 1 എന്നുള്ള കാര്യം DGCA ആയിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനെ DGCA അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ജൂൺ ഡെഡ് ലൈൻ പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ അതിനെ കുറിച്ചാണ്. DGCA എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഓക്കെ. പിന്നെ രാമകൃഷ്ണ മിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഭവമാണ് രാമകൃഷ്ണ മിഷൻ. അതിന്റെ പ്രസിഡന്റ്, രാമകൃഷ്ണ മിഷന്റെ പ്രസിഡന്റ് ആയിരുന്നു സ്വാമി സ്മരണാനന്ദ. അദ്ദേഹം 95 years ഓൾഡ് ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. സ്വാമി സ്മരണാനന്ദ. രാമകൃഷ്ണ മിഷൻ ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോ
RB actions to restrict credit growth. അതിലേക്ക് പറയാം. ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ലോൺ ഗ്രോത്ത് ആണ്. S&P Global believes RBI's actions reflect a serious commitment to improve governance at finance companies. It expects loan growth to slow to 14% in financial year 25 from 16% in financial year 2024. ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലോൺ ഗ്രോത്ത് ആണ്. ലോണിന്റെ ഗ്രോത്ത്, ഈ ലോൺ ഗ്രോത്ത് കൂടുന്നതാണ് ഈ ബാങ്കുകൾക്കും മറ്റ് ഫിനാൻസ് കമ്പനികൾക്കൊക്കെ നല്ലതെന്ന് പറയുന്നത്. അപ്പൊ അപ്പോഴല്ലേ അവർക്ക് പ്രോഫിറ്റ് ആണ് കൂടുന്നത്. പക്ഷെ ചില RBIയുടെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ RBI അവർ റിപ്പോ റേറ്റ് കുറയ്ക്കാറേ ഇല്ല കഴിഞ്ഞ കുറെ കാലമായിട്ട്. അത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോ റേറ്റ് ഹൈ ആക്കി വെച്ചേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാങ്കുകളിലെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പം ക്രെഡിറ്റ് ഗ്രോത്ത് അത് കുറയാൻ കാരണമാണ്. അപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ ലോൺ എടുക്കേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സമയത്ത് നമ്മൾ ലോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ ലോൺ മാക്സിമം കുറച്ചേ എടുക്കുള്ളൂ. അപ്പം അതൊരു ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറൊരു ന്യൂസ് ഉള്ള Q3 CAD നാരോസ് ടു $10.5 billion ഓൺ റൈസ് ഇൻ സർവീസസ് എക്സ്പോർട്സ്. Q3 എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയറിന്റെ തേർഡ് ക്വാർട്ടർ. CAD എന്താണ്? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് മാക്സിമം കുറഞ്ഞു വരണം. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഇല്ലാതായി കറണ്ട് അക്കൗണ്ട് സർപ്ലസ് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഔട്ട്വേർഡ് റെമിറ്റൻസസും ഇൻവേർഡ് റെമിറ്റൻസസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഔട്ട്വേർഡ് റെമിറ്റൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പൈസ, പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന വിദേശികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പൈസ, മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന അസിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ ഭൂട്ടാനൊക്കെ 10,000 കോടിയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഔട്ട്വേർഡ് റെമിറ്റൻസ് ആണ്. ഇനി ഇങ്ങോട്ട് ഇൻവേർഡ് റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇനത്തിലല്ല നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസ. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അത് അങ്ങോട്ട് കൊടുക്കുന്ന കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആവും. അപ്പൊ അത് കുറയണം, അത് കുറഞ്ഞു വരുന്നു എന്നാണ്. പിന്നെ ഇന്ത്യസ് ഫോറക്സ് റിസർവ് റോസ് ബൈ $32.9 billion ഓൺ BOP ബേസിസ് ഇൻ ഏപ്രിൽ ഡിസംബർ എന്ന ഒരു ന്യൂസ് കാണാം. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് BOP എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. BOP എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഓരോ രാജ്യങ്ങളുടെയും കയ്യിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിദേശ നാണയ കരുതൽ ശേഖരം എന്ന് പറയും. വിദേശ നാണയ കരുതൽ ശേഖരം. എല്ലാ രാജ്യങ്ങൾക്കും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട്. സം കൺട്രീസ് ആർ ഫേസിംഗ് ബിഗ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഡ്യൂ ടു ദ എക്സോസ്റ്റിംഗ് ഓഫ് ദിസ് ഫോറക്സ് റിസർവ്. പാകിസ്ഥാൻ, ശ്രീലങ്ക etc. are some of the examples of these kinds of crisis. India also once experienced such kind of crisis during the 1990s. Prime Minister Narasimha Rao ഒക്കെ ആയിരിക്കുന്ന സമയത്ത്. Now India is in a very good position in terms of foreign exchange reserve. India's foreign exchange reserve is always increasing, and India is maintaining one of the biggest foreign exchange reserves in the world. Around 639 billion ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത്. അപ്പം അത് എപ്പോഴും നല്ലതായിരിക്കണം. അത് ഏറ്റവും കൂടുതൽ അത് ഇത് പഠിക്കേണ്ട വേറൊരു കാര്യം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഹോൾഡ് ചെയ്യുന്ന ആരാണെന്നാണ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. RBI ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ഒഡീഷയിലെ ഗോപാൽപൂർ പോർട്ട് എന്ന് പറയുന്ന പോർട്ടിന് അദാനി ഗ്രൂപ്പ് അക്യൂർ ചെയ്യുന്നതിന് ന്യൂസ് ഉണ്ട്. ഷപൂർജി പല്ലോൺജി ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ഗോപാൽപൂർ പോർട്ട്, അത് അറിഞ്ഞിരിക്കണം. ഗോപാൽപൂർ പോർട്ട് എവിടെയാണ്? ഒഡീഷയിൽ. അത് അദാനി പോർട്ട്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് കമ്പനിയെ അദാനി പോർട്ട്സ് അക്യൂർ ചെയ്യുന്നു. പിന്നെ ആനന്ദ നാഗേശ്വരന്റെ ഫോട്ടോ ഒക്കെ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് ആനന്ദ നാഗേശ്വരൻ. പിന്നീട് ഇത്രയേ ഉള്ളൂ ഈ പേജില്. അതിനടുത്ത പേജിൽ പോകുമ്പോ ജൂലിയൻ അസാഞ്ച് ഗ്രാൻഡഡ് ടെമ്പററി റിപ്രൈവ് ഫ്രം എക്സ്ട്രഡിഷൻ ടു ദ US എന്നൊരു ന്യൂസ് കാണാം. ജൂലിയൻ അസാഞ്ച്, നിങ്ങൾ ഇപ്പോ ഈ വീഡിയോ കാണുന്ന പലർക്കും ആ പേര് അറിഞ്ഞൂടായിരിക്കും. ഞാനൊക്കെ ഈ ടെസ്റ്റിനൊക്കെ പഠിക്കുന്ന സമയത്ത് ജൂലിയൻ അസാഞ്ച് എന്ന് പറഞ്ഞ വേൾഡിൽ ഒരു ഹീറോ ആയിരുന്നു. അതിന്റെ കാരണം ജൂലിയൻ അസാഞ്ചിന് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റിന്റെ പേര് വിക്കി ലീക്സ് എന്നായിരുന്നു. വിക്കിപീഡിയ അല്ല, വിക്കി ലീക്സ്. പേര് കേൾക്കുമ്പോൾ അറിയാം, വിക്കി ലീക്സ്. ഒരുപാട് കാര്യങ്ങൾ ലീക്ക് ചെയ്തു അതുവഴി. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലത്തിൽ കൊണ്ടിട്ടത് അസാഞ്ച്. അമേരിക്കയുടെ ഒരുപാട് ഒഫീഷ്യൽ രഹസ്യങ്ങൾ അദ്ദേഹത്തിന്റെ വിക്കി ലീക്സ് വഴി അദ്ദേഹം പുറത്തുവിട്ടു. അതുപോലെ ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങൾ പലതിന്റെയും ഒഫീഷ്യൽ സീക്രട്സ് diplomatic cables എന്ന് പറഞ്ഞാൽ diplomatic cables were leaked through his website WikiLeaks, and at that time he became a world hero. That's why Time magazine
സെലക്ടഡ് ഹിം ആസ് ദ പേഴ്സൺ ഓഫ് ദ ഇയർ ഇൻ 2012 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ആ ജൂലിയൻ അസാഞ്ചിന് കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, വിക്കി ലീക്സ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒക്കെ ഫൗണ്ടറാണ്. പക്ഷെ അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാണ് പുള്ളി. ഓക്കെ, ഇസ്രായേലിന്റെയും ഹമാസിന്റെയും വിഷയം ഇവിടെ പറയുന്നുണ്ട്. സെനഗൽ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. സെനഗലിന് പുതിയ പ്രസിഡന്റായി. സെനഗലിന്റെ പ്രസിഡന്റിന്റെ പേര് ഞാനിവിടെ എഴുതിയിടാം, വലിയൊരു പേരാണ്, ബാസിറൗ ഡിയോമായെ ഫയെ. സെനഗലിന്റെ പ്രസിഡന്റ് എന്ന് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പൊ ഇലക്ഷൻ നടന്നതുകൊണ്ട്. ബാസിറൗ ഡയോമായെ ഫയെ എന്നാണ്. പിന്നെ അത്രയൊക്കെയാണ്. പിന്നെ അടുത്ത പേജ്, നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലെയറുമായ സുനിൽ ഛേത്രി 150 ഇന്റർനാഷണൽ മാച്ചസ് കംപ്ലീറ്റ് ചെയ്തു. അതറിഞ്ഞിരിക്കുക. സുനിൽ ഛേത്രി 150 ഇന്റർനാഷണൽ ഫുട്ബോൾ മാച്ചസ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ്, സ്പോർട്സ് പേജിൽ IPL ആണെന്നും പറയാനില്ല. പിന്നെ ഇതിൽ കുറച്ച് ആൾക്കാരുടെ പേരുകളുണ്ട്, ഇവരെയൊക്കെ അറിഞ്ഞിരിക്കണം ആരാണ്. ഹർമൻപ്രീത് സിംഗ് ഇന്ത്യയുടെ ഹോക്കി പ്ലെയർ ആണ്. ശ്രീജേഷ് ഇന്ത്യയുടെ ഹോക്കി പ്ലെയർ ആണ്. സവിത പൂനിയ ഇന്ത്യയുടെ ഹോക്കി പ്ലെയർ ആണ്. സത്യൻ ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. ശ്രീജ അക്കുല എന്നാണ് പേര്, ശ്രീജ അക്കുല ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. ശരത് കമൽ ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. ശരത് കമൽ. മനിക ബത്ര ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം, അറിഞ്ഞിരിക്കണം ഏത് ഫീൽഡുമായിട്ട് അവരൊക്കെ ബന്ധപ്പെട്ടാണെന്ന്. ഇത്ര ആയപ്പോഴത്തേക്ക് ഇന്നത്തെ പത്രം കഴിഞ്ഞു. ഇനി ഇന്നലത്തെ പത്രം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നോക്കാം. ഇന്നലത്തെ പത്രത്തിലെ കാര്യമാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞതാണ്. യുണൈറ്റഡ് നേഷൻസ് കോൾ ഫോർ സീസ് ഫയർ ഇൻ ഗാസ ഡ്യൂറിംഗ് മന്ത് ഓഫ് റംസാൻ മന്തില് അവിടെ സീസ് ഫയർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൽ സെക്യൂരിറ്റി കൗൺസിൽ പാസസ് റെസൊല്യൂഷൻ 14-0 എന്ന് പറഞ്ഞാൽ ആരും എതിർത്തില്ല, ഒരാൾ മാത്രം മാറി. അതുകൊണ്ടാണ് 14 ആയി, പള്ളി 15 വരേണ്ട. US അബ്സ്റ്റെയിൻസ് ഫ്രം വോട്ടിംഗ്. ഈ ടാക്ടിക് ആയിരുന്നു ഇന്ത്യ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യ റഷ്യക്കെതിരായിട്ട് എപ്പോഴും UN റെസൊല്യൂഷൻ വരും ബിക്കോസ് ഓഫ് റഷ്യ-യുക്രൈൻ വാർ. ഓൾവേസ് ഇന്ത്യ അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ്. ഇന്ത്യ നെവർ വോട്ടഡ് അഗെയിൻസ്റ്റ് റഷ്യ ഓർ വോട്ടഡ് ഇൻ ഫേവർ ഓഫ് റഷ്യ. ഇന്ത്യ അബ്സ്റ്റെയിൻ. അതിന്റെ കാര്യം എന്താണ്? ഇപ്പൊ ഇന്ത്യക്ക് ഒരിക്കലും റഷ്യ എതിർക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ സെയിം ടാക്ടിക്കാണ് ഇപ്പൊ ഇവിടെ US അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു വലിയ ന്യൂസ് അവിടെ ഉള്ളത്, ഉക്രൈനിയൻ FM ഇൻവോക്സ് ഗാന്ധി ഫോർ ഇന്ത്യ ബാക്ക്. ഇത് യുക്രൈന്റെ FM ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്. അപ്പം അത് വലിയൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഉണ്ട്. കാര്യം യുക്രൈനും റഷ്യയും തമ്മിലുള്ള വാർ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാതെ ചിലപ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ പേരിൽ ഒരു പീസ് സമ്മിറ്റ് നടക്കാൻ വേണം. അത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. യുക്രൈൻ റഷ്യ വാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരു പീസ് സമ്മിറ്റ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കാൻ വേണം. ആ സ്വിറ്റ്സർലൻഡിലെ പീസ് സമ്മിറ്റിലേക്ക് ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ ഇന്ത്യ ഇതിൽ പങ്കെടുക്കും. ഈ ഇടയ്ക്ക് യുക്രൈന്റെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫോണിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. സോ ചിലപ്പോൾ ഇന്ത്യ മീഡിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വാർ അവസാനിപ്പിക്കാൻ. അപ്പൊ എന്തായാലും യുക്രൈന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വരുന്നു. പിന്നെ ഇവിടെ തന്നെ വേറെ ന്യൂസ് കാണാം. ജയശങ്കർ കോൾസ് ഓൺ സിംഗപ്പൂർ PM ഡിസ്കസസ് ടൈസ്. ജയശങ്കർ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സിംഗപ്പൂരിലായിരുന്നു കഴിഞ്ഞ 2-3 ദിവസം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. അവിടെ വെച്ച് ജയശങ്കർ സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യുന്നതാണ്. സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ലീ സെയ്ൻ ലൂങ് ആണ്. വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ലീ സെയ്ൻ ലൂങ്, അദ്ദേഹത്തിന് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ മീറ്റ് ചെയ്ത കാര്യമൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ EU probe into tech giants for violation of new law may trigger hefty fines എന്നൊക്കെ ന്യൂസ് കാണാം. EU എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ. ഈ ആപ്പിൾ, ഫേസ്ബുക്ക്, ഗൂഗിൾ ഒക്കെ പോലുള്ള ബിഗ് ടെക് കമ്പനീസ് അവര് ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട് എന്ന് പറയുന്ന EUന്റെ ഒരു ആക്ടിനെ വയലേറ്റ് ചെയ്തെന്നൊരു സംശയമാണ്. അങ്ങനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്ലോബൽ റവന്യൂവിന്റെ 10% ഫൈൻ അടയ്ക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കി, ആപ്പിളിന്റെ ഒക്കെ ഗ്ലോബൽ റവന്യൂവിന്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 കോടിയായിരിക്കും. ലക്ഷക്കണക്കിന് കോടി വരില്ല, 10,000 കോടിയായിരിക്കും. അത് അടക്കണമെന്നാണ് EU പറയുന്നത്. അവരുടെ ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം ഇവരൊക്കെ വയലേറ്റ് ചെയ്താണ്. അവർ വയലേറ്റ് ചെയ്യുന്നവർക്ക് ഒരു സംശയമുണ്ട്. അവർ അന്വേഷണം നടത്തിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് വലിയ പണിയാവും. ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 20% അടയ്ക്കേണ്ടി വരും ഫൈൻ. അവരുടെ ഗ്ലോബൽ റവന്യൂവിന്റെ ആണ്, അല്ല യൂറോപ്യൻ റവന്യൂവിന്റെ അല്ല.
ഇപ്പൊ യൂറോപ്പിൽ അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ പേജിൽ നമുക്കൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെയും നമുക്ക് ആവശ്യമുള്ള ന്യൂസ് എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ NCW seeks easy action against Congress leaders or Kangana issue. അതെ, കങ്കണ ഇഷ്യൂ ഒക്കെ അവിടെ നിൽക്കട്ടെ. കങ്കണ ഇഷ്യൂ എന്താണെന്ന് എനിക്കറിയാം. കങ്കണ റാനോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അത് ഞാൻ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. NCW എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ഇന്ത്യയിലെ വനിതാ കമ്മീഷൻ. NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ചെയർപേഴ്സന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അവരുടെ പേര് പഠിച്ചു വെച്ചേക്ക, രേഖ ശർമ്മ എന്നാണ്. രേഖ ശർമ്മ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യുക്രൈനിയൻ മിനിസ്റ്റർ ഇൻവോക്സ് ഗാന്ധി ഫോർ ഇന്ത്യൻ അപ്പൊ യുക്രൈന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഒരു പീസ് സമ്മിറ്റ്, ഇവിടെ പീസ് കോൺഫറൻസ് ഇൻ സ്വിറ്റ്സർലാൻഡ് ദാറ്റ് വിൽ അറ്റംപ്റ്റ് എ ന്യൂ ഇനിഷ്യേറ്റീവ് ടു എൻഡ് ദ വാർ ഇൻ യുക്രൈൻ. ഇന്ത്യ ഹാസ് ബീൻ ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് പീസ് കോൺഫറൻസ്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കണം അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോ ഈ പേജ് ഫുള്ള് എല്ലാ ദിവസവും ഈ പേജ് രാഷ്ട്രീയ പേജ്. ഈ ഒരു കാര്യം പറയാൻ പറ്റും, ഈ ന്യൂസ് പേപ്പർ ഇന്റർനാഷണൽ എഡിഷൻ ന്യൂസ് പേപ്പറാണ്. നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ന്യൂസ് പേപ്പർ ആയിരിക്കില്ല. സാധാരണ നാഷണൽ ന്യൂസ് ഒക്കെ അവസാനമാണ് വരുന്നത്, ഇന്റർനാഷണൽ എഡിഷനിൽ ആദ്യം വരുന്നത്. ഇന്റർനാഷണൽ എഡിഷൻ ഇന്നലെ ഷെയർ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ ഹോളി സെലിബ്രേഷന്റെ അവധിയായിരുന്നു മിക്ക എഡിഷനിൽ. അപ്പൊ ഇന്റർനാഷണൽ എഡിഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, സിക്കിം CM's വൈഫ് ടു ഫൈറ്റ് അസംബ്ലി പോൾസ്. സിക്കിം CM പേരെന്താണ്? പ്രേം സിംഗ് തമാങ്. സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? പ്രേം സിംഗ് തമാങ്. TAMANG. പ്രേം സിംഗ് തമാങ്. പിന്നെ ജയശങ്കർ, ഇതാണ് ഞാൻ പറഞ്ഞത്. ജയശങ്കർ സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്ററുമായിട്ട് മീറ്റിംഗ് നടത്തുന്ന ഫോട്ടോ നിങ്ങൾക്ക് കൂടെ കാണാം. സിംഗപ്പൂർ ഇന്ത്യയുടെ നല്ലൊരു ഗുഡ് ഫ്രണ്ട് ആണ്. അത് മാത്രമല്ല, സിംഗപ്പൂരിന്റെ മിക്കവാറും ഡിഗ്നിറ്ററീസിലൊക്കെ പല ആൾക്കാരും ഇന്ത്യൻ വംശജരാണ്. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരോട് പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട്. അപ്പോ സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ആര്? ലീ സെൻ ലൂങ്. ഞാൻ നേരത്തെ ഇവിടെ എഴുതിയിട്ടായിരുന്നു, നിങ്ങൾ എഴുതിയെടുത്ത് കാണും. ലീ സെൻ ലൂങ് സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഡിസ്പോസൽ ഓഫ് ഓഫറിംഗ്സ് ഇൻ റിവേഴ്സ്, NGT ടു ഹിയർ പ്ലീ ഓൺ July 3. അതായത് ഈ ആൾക്കാരുണ്ടല്ലോ, നമ്മളുടെ ഡിവോട്ടീസ്, ഈ ഡിവോട്ടീസ് അവരുടെ ഓഫറിങ്സ് ഉണ്ടല്ലോ. നമ്മളിപ്പം എന്താ പറയുന്നത്, ഓഫറിങ്സ് എന്ന് പറയുന്നത് മലയാളം എന്താണ്? നമ്മളെ പൂജാ ദ്രവ്യങ്ങളൊക്കെ കൊണ്ട് നദിയിൽ, പ്രത്യേകിച്ച് ഗംഗയിലും യമുനയിലും നിക്ഷേപിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഈ ഗംഗയുടെയും യമുനയുടെയും അത് വൃത്തികേടാവുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പൊ ഈ പൊല്യൂട്ടഡ് ആവുന്നതിന്, അപ്പൊ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം NGTക്കാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് NGT ഹിയർ ചെയ്യാൻ വേണം. NGT എന്താണ്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആണ്. ഗംഗയുടെ ഇന്ത്യയുടെ നാഷണൽ റിവർ ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ നാഷണൽ റിവർ ഏതാണ്? ഗംഗ. ആ ഗംഗയുടെ ക്ലീനിങ്ങിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമിന്റെ പേരാണ് നമാമി ഗംഗ. എന്താണ്? നമാമി ഗംഗ. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറഞ്ഞൊരു ബിഗ് പ്രോജക്ട് ഉണ്ട്, NMCG, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. അതിന്റെ അണ്ടറിലാണ് നമാമി ഗംഗ പ്രവർത്തിക്കുന്നത്. അതിനടുത്ത പേജ് സയൻസ് ഒന്നും വേണ്ട. അതിനടുത്ത പേജ് എഡിറ്റോറിയൽ പേജാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ, 2 എഡിറ്റോറിയൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് സോർഡിഡ് സ്കീം എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന എഡിറ്റോറിയലാണ്. ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ കുറിച്ചാണ്. ഇലക്ട്രൽ ബോണ്ട് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഏത് വ്യവസായികൾ, ഏത് ബിസിനസ് ഗ്രൂപ്പുകൾ, ഏത് പാർട്ടികൾക്ക് സംഭാവന നൽകിയെന്നൊക്കെ. അപ്പൊ അതിൽ പല സംഭാവനകളും കൊടുത്ത ആൾക്കാർ ഒന്നുകിൽ ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിലായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയോ സ്കീമുകളുടെ ബെനിഫിഷ്യറീസ് ഒക്കെ ആയിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു ക്വിഡ് പ്രോക്യോ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ അകത്ത് ഉണ്ടായി എന്നുള്ള കാര്യം
ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീമിൽ നിന്ന് നമുക്ക് വ്യക്തമാണെന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞത്. പക്ഷെ അത് വലിയ പുതുമയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പൊളിറ്റിക്കൽ ഫണ്ടിങ് ഫണ്ട് കൊടുക്കുമ്പോൾ അതിപ്പോ ഇലക്ട്രൽ ബോണ്ട് വഴിയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാവരും ക്വിഡ് പ്രോ ക്വോ ബേസിസ് തന്നെയാണ് കൊടുക്കുന്നത്. കോടികളാണ് എല്ലാ വ്യവസായികളും കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വന്നതുകൊണ്ട് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിലിപ്പോൾ BJPക്കാണ് കൂടുതൽ കിട്ടിയേക്കുന്ന കരുതിയിട്ട് എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഫണ്ടിങ് കിട്ടുന്നുണ്ട് ഇവിടുത്തെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് പോലെ. അതുകൊണ്ടാണ് ഇപ്പൊ ആരും ഇതിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാത്തത്. അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടീസ് ഒക്കെ വലിയ പ്രോബ്ലം ഉണ്ടാക്കിയാണ്. അപ്പൊ എല്ലാവരുടെയും പരിപാടി ഇത് തന്നെയാണ്. വ്യവസായികളിൽ നിന്ന് ഫണ്ട് മേടിക്കുക, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം അതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് ഞാൻ കൂടുതൽ പറയാനൊന്നുമില്ല. ഇഫ് യു റീഡ് യു ക്യാൻ വെരി വെൽ അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് യു നോ വെരി വെൽ അബൌട്ട് ഓൾ ദീസ് ഇലക്ട്രൽ ബോണ്ട് സ്കീം ആൻഡ് ദ അതിനുശേഷം വന്ന സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ദി ഹാപ്പനിങ്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അത് ഞാൻ പറയുന്നില്ല. സെക്കൻഡ് വൺ നിങ്ങൾ മനസ്സിലാക്കേണ്ട എഡിറ്റോറിയലാണ് ടെറർ ഇൻ മോസ്കോ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് വലിയൊരു ട്രാജിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് റഷ്യയിൽ ഉണ്ടായി. റഷ്യയിൽ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായി. IS ഖൊറാൻ എന്ന് പറയുന്ന ഖൊറാസൻ എന്ന് പറയുന്ന IS എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റ്. ഖൊറാസൻ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ കുറച്ച് തീവ്രവാദികൾ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന IS-നെയാണ് IS ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ എന്ന് പറയുന്നത്. 137ഓളം ആൾക്കാരാണ് അവിടെ മോസ്കോയ്ക്ക് അടുത്ത് നടന്ന ഈ ഒരു അറ്റാക്കിൽ മരിച്ചത്. ഇത് റഷ്യക്കെതിരെയുള്ള IS-ന്റെ യുദ്ധപ്രഖ്യാപനമാണ്. പക്ഷെ റഷ്യ ആദ്യം പറഞ്ഞതല്ല ഇത് യുക്രൈന്റെ പങ്കുണ്ടെന്നൊക്കെയാണ്. പക്ഷെ പൂർണ്ണമായിട്ട് എവിഡൻസസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് അത് IS ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെയാണ് റഷ്യയെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. റഷ്യ ഇസ്ലാമിക് സ്റ്റേറ്റ് ടാർഗറ്റ് ചെയ്യാൻ ദർ ഈസ് എ റീസൺ. അവിടെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഖാലിഫേറ്റ് പോലെ അവർ കൊണ്ടുതന്നെയാണ് സിറിയ എന്ന് പറയുന്നത്. സിറിയയിൽ അവർ വലിയ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി. സിറിയയുടെ അന്നത്തെ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും ആയ ബഷർ അൽ അസാദിനെ അവിടെ നിന്ന് പുറത്താക്കും എന്നുള്ള ഘട്ടം വന്നെയാണ്. ബഷർ അൽ അസാദിന്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് റഷ്യ അവിടെ കയറി ഇടപെട്ടു. റഷ്യ അന്ന് വളരെ സ്ട്രോങ് ആണ്. ഇതുപോലെ യുദ്ധമൊന്നുമില്ല യുക്രൈനുമായിട്ടൊന്ന്. റഷ്യ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ ഇടപെടുകയും ഇസ്ലാമിക് സ്റ്റേറ്റിനെ അവിടെ നിലംപരിശാക്കുകയും അവിടുത്തെ പ്രസിഡന്റായ ബഷർ അൽ അസാദിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആ ഒരു ഡിസ്ട്രക്ഷന് കാരണമായത് റഷ്യയാണ്. ഒപ്പം റഷ്യ ഇറാഖിലും അവരുടെ ഡിസ്ട്രക്ഷന് കുറച്ചൊക്കെ കാരണമായിട്ടുണ്ട്. ഇറാഖിലും അവർക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നെ ചെച്ചിനിയ പോലുള്ള മേഖലകളിൽ ഇസ്ലാമിക് തീവ്രവാദികൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും പുടിൻ അടിച്ചൊതുക്കി. ഇതിന്റെയൊക്കെ പേരിൽ റഷ്യയുടെ കയ്യിൽ ഇസ്ലാമിന്റെ ബ്ലഡ് ഉണ്ട് എന്നാണ് അവരുടെ ആരോപണം. അതിന്റെ പേരിലാണ് അവരുടെ ഈ റഷ്യയിൽ അറ്റാക്ക് ഒക്കെ നടത്തിയത്. അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് എഡിറ്റോറിയൽ. സോ യു ഷുഡ് റീഡ് ദിസ് എഡിറ്റോറിയൽ വെരി വെൽ. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. റഷ്യ എസ്പെഷ്യലി റഷ്യ ഇസ് എ ഫ്രണ്ട്ലി കൺട്രി ഫോർ അസ് ആൻഡ് എനിത്തിങ് ഹാപ്പൻ ടു റഷ്യ വിൽ ഓൾസോ ഇമ്പാക്ട് അസ്. അതെന്താണ് റഷ്യയുടെ എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചാൽ നമ്മളെ അത് ഇമ്പാക്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും നല്ല ഫ്രണ്ട്, നമ്മളുടെ ഏറ്റവും വലിയ ആംസ് സപ്ലയർ, എവറിത്തിങ് ആണ് അവര്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെന്താണ് പിന്നെ ഇവിടെ ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജ് പോവാം. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ റൈറ്റ് ടു ഇക്വാലിറ്റി പ്രോമിസസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. ഇഫ് യു വാണ്ട് ടു റീഡ് ഇറ്റ് യു ക്യാൻ റീഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 14 ആണല്ലോ റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി എടുത്ത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടായിരിക്കും CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്നുള്ള സംഭവം സുപ്രീം കോടതി വാലിഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അത് തീരുമാനിക്കുമ്പോൾ അവർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരാൾ എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, ഓൺ ക്യാമ്പയിനിങ് എന്താണെന്ന് വേണ്ട, വാട്ട് ഈസ് ഡിസ്ട്രിക്ഷൻ ഒന്നും വേണ്ട. പിന്നെ ഒരു സെക്കൻഡ്, അപ്പൊ ഇനി ബിസിനസ് പേജിലേക്ക് പോവാം. ബിസിനസ് പേജിൽ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ ബിസിനസ് പേജിലുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, in a first Amul to introduce fresh milk in US within a week, MD ജയൻ മേത്ത. അമുൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അമുൽ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മിൽക്ക് കോപ്പറേറ്റീവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡും ആണ്. ഈ അമുൽ
അമുലിന്റെ എക്സ്പാൻഷൻ എന്താണ്? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ അമുൽ എന്ന് പറയുന്നത്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ഇത് ഗുജറാത്തിൽ ആനന്ദ് എന്ന് പറയുന്ന വില്ലേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയെന്നും വർഗീസ് കുര്യൻ ആണ് അതിന്റെ സ്ഥാപകനെന്നും വർഗീസ് കുര്യൻ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെട്ടെന്നും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ November 26 ഇന്ത്യയിലെ നാഷണൽ മിൽക്ക് ഡേ ആണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഈ അമുല് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സംഭവമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും അവര് 50-ലധികം രാജ്യങ്ങളിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. പക്ഷേ US ആദ്യമായിട്ട് അവർ ഫ്രഷ് മിൽക്ക് അവിടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയാണ്. അപ്പൊ അത് അവരെ സംബന്ധിച്ച് വലിയൊരു ഇംപ്രൂവ്മെന്റ് അല്ലെ, അത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെ കുറിച്ചാണ് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആകാശുമായിട്ട് ബന്ധപ്പെട്ട് ആകാശ് ബൈജൂസിന്റെ ആകാശ് മിക്കവാറും മണിപ്പാൽ ഗ്രൂപ്പ് ഏറ്റെടുക്കുക, അതിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. പിന്നീട് ബോയിങ്ങിന്റെ CEO, ബോയിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ബോയിങ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ായിട്ട് ബന്ധപ്പെട്ട എയർക്രാഫ്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനികൾ രണ്ടെണ്ണമാണ്. ഒന്നെന്ന് പറയുന്നത് ബോയിങ്ങും രണ്ടാമത്തെ എയർബസും ആണ്. ബോയിങ് ഏത് രാജ്യത്തിന്റെ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ബോയിങ് ബിലോങ്സ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് എയർബസ് ഈസ് ഓൺഡ് ബൈ ഫ്രാൻസ്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾക്കുള്ളതാണ്. എയർബസ് ഫ്രാൻസിന്റെയും ബോയിങ് US-ന്റേതുമാണ്. അപ്പോ ആ ന്യൂസുകൾ അവിടെയുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ബിസിനസ് പേജ് വരെ. അത് ഇന്റർനാഷണൽ എഡിഷന്റെ പ്രത്യേകതയാണ്. ഈ ബിസിനസ് പേജ് തന്നെ 2 പേജ് കാണും. സാധാരണ നമ്മളുടെ അല്ലാത്ത ഇന്ത്യൻ എഡിഷൻസിലൊക്കെ ബിസിനസ് പേജ് ഒരു പേജേ കാണുള്ളൂ. അപ്പം ഇവിടെ പറയുന്നത് വെച്ചാൽ ബിസിനസ് പേജിൽ ഫെഡറൽ റിസർവ് എക്സ്പെക്ടഡ് ടു കട്ട് റേറ്റ്സ് ലിഫ്റ്റ് ജോയ് ബൈഡൻസ് റീഇലക്ഷൻ പ്രോസ്പെക്ട്സ്. അതൊക്കെ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫെഡറൽ റിസർവ് എന്താണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ലോകത്തിന്റെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ചലനങ്ങൾ തീരുമാനിക്കുന്നത് ഫെഡറൽ റിസർവ് ആണ്. കാര്യം ദാറ്റ് മച്ച് ഇൻഫ്ലുവൻഷ്യൽ ആണ് ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സെൻട്രൽ ബാങ്കുകളുണ്ട്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ലോകത്തിലെ ബിഗ്ഗസ്റ്റ് സെൻട്രൽ ബാങ്ക് ആണ് ഫെഡറൽ റിസർവ്. ദാറ്റ് ബിലോങ്സ് ടു USA അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ആണ് ഫെഡറൽ റിസർവ്. അവരാണ് ഡോളറൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അവരുടെ ഓരോ ഡിസിഷൻസും ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളെ, ലോകത്തിലെ എക്കണോമിക് സിറ്റുവേഷനെയൊക്കെ ബാധിച്ചുകൊണ്ടേയിരിക്കും. ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടയ്ക്കിടയ്ക്ക് അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാര്യം ഇൻഫ്ലേഷനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോയി. സത്യത്തിൽ നമ്മൾ ഗോൾഡിന്റെ വില കൂടുന്നതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഗോൾഡിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ്. അപ്പോഴൊക്കെയാണ് ഈ സ്വർണ്ണത്തിന്റെ വില കൂടുന്നത്. അപ്പൊ എന്തായാലും ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞാൽ US-ന്റെ സെൻട്രൽ ബാങ്ക് ആണ്, അത് അറിഞ്ഞിരിക്കുക. പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജ് ആണ്. വേൾഡ് പേജിൽ ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് കാണാം. ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് അറിഞ്ഞിരിക്കുക. ദിനേശ് ഗുണവർദ്ധന എന്നാണ്. ദിനേശ് ഗുണവർദ്ധന ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ദിനേശ് ഗുണവർദ്ധന ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ. പിന്നെ മ്യാൻമറിന്റെ പട്ടാള ഭരണാധികാരി, അയാളുടെ പേരൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് ഓക്കെ, അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. പിന്നെ നമ്മളുടെ വേൾഡ് പേജിൽ തന്നെ തായ്ലൻഡ് ഡ്രൈവ്സ് ഡെലിവേഴ്സ് എയ്ഡ് ടു മ്യാൻമർ. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ വേൾഡ് പേജ് ഒക്കെ തന്നെ 2 പേജ് വരും നമ്മളുടെ ഈ ഇന്റർനാഷണൽ എഡിഷനിൽ. അപ്പൊ അതില് UN എയ്ഡ് ഏജൻസി ലൈഫ് ലൈൻ ഓഫ് ഹോപ്പ് ഫോർ പാലസ്റ്റൈൻ. ഗുട്ടേഴ്സ് ആരാണ്? അന്റോണിയോ ഗുട്ടേഴ്സ്, UN-ന്റെ സെക്രട്ടറി ജനറൽ. UN-ന്റെ പാലസ്റ്റീനിയൻ റെഫ്യൂജീസിന് വേണ്ടിയിട്ട് UN-ന്റെ ഒരു ഏജൻസി ഉണ്ട്. അതിന്റെ പേരാണ് UN ഏജൻസി ഫോർ പാലസ്റ്റീനിയൻ റെഫ്യൂജീസ്. UN ഏജൻസി ഫോർ പാലസ്റ്റീനിയൻ റെഫ്യൂജീസ്. ഇതൊക്കെയാണ്. ഇനി സ്പോർട്സ് പേജിലേക്ക് പോവാം. സ്പോർട്സ് പേജ് പോകുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് പേജില് ഒന്നും പറയാനില്ല. സെക്കൻഡ് പേജിലും അങ്ങനെ വലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി അറിഞ്ഞിരിക്കുക. ബോർഡർ ഗാവസ്കർ ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റിലെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസിനെയാണ് ബോർഡർ ഗാവസ്കർ ട്രോഫി എന്നറിയപ്പെടുന്നത്. അലൻ ബോർഡർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്ററുടെയും ഇന്ത്യൻ ക്രിക്കറ്ററായ സുനിൽ ഗവാസ്കറിന്റെയും പേരിലാണ് ബോർഡർ ഗാവസ്കർ ട്രോഫി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ 2 ദിവസങ്ങളിലെ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.